പാലക്കാട് കോട്ടായി മുട്ടിക്കടവിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 വിദ്യാർത്ഥികളെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. രണ്ടാമനായി തിരച്ചിൽ തുടരുകയാണ്. മാത്തൂർ ചുങ്കമന്തം സ്വദേശികളായ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. സാജിദ് അജ്മൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, ഈ വിദ്യാർത്ഥികൾ പുഴയിൽ എങ്ങനെയാണ് ഒഴുക്കിൽപ്പെട്ടത്? അവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? എന്താണ് സംഭവിച്ചത്? അജി, ഇന്ന് ഉച്ചയോടുകൂടി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. മാത്തൂർ ചുങ്കമന്തം സ്വദേശികളായ വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. ഈ ഭാരതപ്പുഴയിലെ കോട്ടായി മുട്ടിക്കടവിലാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. ഇതിൽ 2 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒരു വിദ്യാർത്ഥിയെ പോലീസ് രക്ഷിച്ച്, നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷിച്ച് ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അജി, ഇവര് എവിടെ നിന്നുള്ള വിദ്യാർത്ഥികളാണ്? ഈ സമീപ പ്രദേശത്തുള്ളവർ തന്നെയാണോ സാജിദ്? ഈ നാട്ടുകാരായ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ 2 പേരും ചുങ്കമന്തം സ്വദേശികളായ വിദ്യാർത്ഥികളാണ്. ഈ സാധാരണ ഈ ഭാഗത്ത് ആളുകൾ കുളിക്കാനും മറ്റും ഇറങ്ങുന്നതാണ്. ഭാരതപ്പുഴയിൽ ഈ വെള്ളം ഇന്ന് കുറച്ച് കൂടുതലുണ്ട്. കാരണം മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒഴുക്ക് ശക്തമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ഭാഗത്തേക്ക് ഒഴുകി പോകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് ഈ തെരച്ചിൽ വ്യാപിപ്പിക്കാനാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഉൾപ്പെടെ തീരുമാനം. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? 2 വിദ്യാർത്ഥികളാണ്. നാട്ടുകാരായ 2 വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജില്ലാശുപത്രിയിലാണ് ഉള്ളത്. മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.